ഇന്ത്യയിലെ തന്നെ ഏക ഗരുഡ ക്ഷേത്രമാണ് വെള്ളാമശ്ശേരി ഗരുഡൻകാവ് ക്ഷേത്രം. കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വെള്ളാമശ്ശേരി ഗരുഡൻകാവ് ക്ഷേത്രം 1800 വർഷം പഴക്കമുള്ള ഗരുഡ ക്ഷേത്രമാണ്. കൂർമ്മ അവതാര രൂപത്തിലുള്ള ഭഗവാൻ മഹാവിഷ്ണുവും ഗരുഡനുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. രോഗങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ സുഖം പ്രാപിക്കാനും സർപ്പവിഷങ്ങളിൽ നിന്ന് മോചനം നേടാനുമാണ് ഭക്തർ ഇവിടെ വരുന്നത്. മണ്ഡലകാലവും ഞായറാഴ്ചയുമാണ് ഇവിടെ പ്രാധാന്യം. സർപ്പദോഷം മാറുന്നതിനും ത്വക്ക് രോഗങ്ങൾ മാറുന്നതിനും ഭക്തർ ഈ ക്ഷേത്രത്തിലെത്തി ഗരുഡ ഭഗവാനെ സ്തുതിക്കുന്നു. വിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ സർപ്പങ്ങളുടെ ബദ്ധശത്രുവാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ സർപ്പദോഷത്തിൻ്റെ കഠിനമായ ഫലങ്ങളോ പാമ്പുകളോടുള്ള ഭയമോ വേട്ടയാടില്ല. കൂടാതെ ഗരുഡൻ കുട്ടികളെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നവനാണെന്ന് പറയപ്പെടുന്നു. കൂടാതെ ഗരുഡ പഞ്ചമി ദിവസം സ്ത്രീകൾ അവരുടെ കുട്ടികളുടെ ക്ഷേമത്തിനായി അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടാണ് മഞ്ഞപ്പായസം. ഗരുഡ പഞ്ചാക്ഷരി എണ്ണയാണ് മറ്റൊരു പ്രസാദം. എണ്ണ മുഴുവൻ പുരട്ടിയാൽ ചർമ്മരോഗങ്ങളിൽ നിന്ന് മുക്തി നേടാം എന്നാണ് വിശ്വാസം. ഇത് 12 ദിവസം കഴിക്കുന്നത് ശരീരത്തിലെ വിഷാംശം പുറന്തള്ളും. ഇന്ത്യയിൽ പറക്കുന്ന രൂപത്തിലുള്ള ഗരുഡ വിഗ്രഹമുള്ള ഏക ക്ഷേത്രം ഇതാണ്. മൺപാത്രങ്ങളിൽ ജീവനുള്ള പാമ്പുകളുമായി എത്തുന്ന ഭക്തരും ഇവിടെ നിരവധിയാണ്. കുടങ്ങളുടെ വായ്ഭാഗം അടച്ചിട്ടിരിക്കും. ക്ഷേത്രം തുറക്കുമ്പോൾ ഗോപുരത്തിൽ നിന്ന് ഈ കലങ്ങൾ എറിയപ്പെടും. തുടർന്ന് പ്രധാന പുരോഹിതൻ ആക്രമണകാരികളായ പാമ്പുകളുടെ മേൽ ഗരുഡ പഞ്ചാക്ഷരി മന്ത്ര തീർത്ഥം തളിക്കും. ഈ പാമ്പുകൾ തെക്കോട്ട് നീങ്ങി ഗരുഡന്റെ ഭക്ഷണമായി മാറുന്നു എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഗരുഡൻകാവിൽ 100 കണക്കിന് പാമ്പുകളെ വഴിപാടായി സ്വീകരിക്കുന്നുണ്ടെങ്കിലും ക്ഷേത്രത്തിനടുത്തായി ഒരു പാമ്പിനെയും കാണാൻ കഴിയാറില്ല. മിക്ക ആളുകളിലും ഉള്ള പ്രധാന ഒരു പ്രശ്നമാണ് സർപ്പഭയം. ഇത്തരം ആളുകൾ സർപ്പക്കാവിൽ പോകാറില്ല. അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ നടന്നു പോകുന്ന സ്ഥലങ്ങളിൽ പോകാനുള്ള ഭയം. അത്തരക്കാർക്ക് ജപിക്കാനുള്ള ഗരുഡ മന്ത്രമാണ് പറയുന്നത്. ഇത് നിത്യവും ജപിക്കാവുന്നതാണ്. ഓം ഗരുഡായ നമ, ഓം വേദഗരുഡായ നമ, ഓം വീരഗരുഡായ നമ, ഓം ശ്രീകൃഷ്ണ ഗരുഡായ നമ, ഓം മന്ത്രഗരുഡായ നമ, ഓം യന്ത്രഗരുഡായ നമ, ഓം സിദ്ധഗരുഡായ നമ, ഓം നാഥഗരുഡായ നമ, ഓം അഘോരഗരുഡായ നമ, ഓം ശക്തിഗരുഡായ നമ. ഒരു ഗരുഡ മന്ത്രം കൂടി പറയാം. കുങ്കുമാങ്കിതവർണായ കുന്തേന്ദുധവളായ ച വിഷ്ണുവാഹ നമസ്തുഭ്യം പക്ഷിരാജായ തേ നമ. ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മന്ത്രം ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം.